ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അവിടുന്ന് വേദന അനുഭവപ്പെട്ടാൽ മുത്തി നബി പറയുകയെന്ന് എന്തെങ്കിലും രോഗമുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹുവേ 3 പ്രാവശ്യം ഇപ്രകാരം പറയുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എന്തെങ്കിലും ഒരു തലവേദന ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായാൽ മുത്തുനബി തന്റെ കൈയെടുത്ത് വെച്ചിട്ട് 3 പ്രാവശ്യം പറയും, ബിസ്മില്ലാ 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 അൽഹംദുലില്ലാ. രോഗമുണ്ടാകുന്ന സമയത്ത്, വേദനയുണ്ടാകുന്ന തലവേദനയാണെങ്കിൽ തലയുടെ മുകളിൽ കൈവച്ചിട്ട് എന്ത് പറയും? ബിസ്മില്ലാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമത്തിൽ. അവിടെ നിന്ന് 3 പ്രാവശ്യം പറയും. എന്നിട്ട് 7 പ്രാവശ്യം ഇപ്രകാരം പറയും, ഒരു ദുആ ചെയ്യും. ബിസ്മില്ലാ എന്ന് വെറുതെ പറഞ്ഞതല്ല. നബി തങ്ങൾ 3 പ്രാവശ്യം വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോൾ കൈവച്ചിട്ട് ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമത്തിൽ, അല്ലാഹുവിന്റെ നാമത്തിൽ. എന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, അഊദു ബില്ലാഹി വ ഖുദ്റതിഹി, അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. വേദന മാറാനുള്ള മരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് 7 പ്രാവശ്യം അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട്. കിതാബിലൊക്കെ കാണാമല്ലോ. ബിസ്മില്ലാ എന്ന് 3 പ്രാവശ്യം പറഞ്ഞിട്ട് അവിടെ നിന്ന് പറയും 7 പ്രാവശ്യം അഊദു ബില്ലാഹി വ ഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വ ഉഹാദിറു. 7 പ്രാവശ്യം അവിടെ നിന്ന് പറയും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് എനിക്ക് അനുഭവപ്പെടുന്നതും ഞാൻ ഭയപ്പെടുന്നതുമായ രോഗത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവേ അവന്റെ കഴിവിൽ ഞാൻ അഭയം തേടുന്നു എന്നാണ് ഈ പറഞ്ഞ ദുആഇന്റെ അർത്ഥം. 7 പ്രാവശ്യം വേദനിക്കുന്ന ഭാഗത്ത് കൈവച്ചിട്ട് ഇത് പറഞ്ഞാൽ ആ വേദന മാറുന്ന, അല്ലെങ്കിൽ പറഞ്ഞു നോക്ക്. അല്ലാഹു ഈമാൻ തരും.